ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫിലിപ്പീൻസിലെ സഗാഡയിൽ നിന്ന് വിട പറയുകയാണ് കേട്ടോ. ഞങ്ങൾ 3 ദിവസം സഗാഡയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ സഗാഡയിൽ നിന്ന് നേരെ മനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഇവിടെ ക്ലൈമറ്റ് ഏകദേശം ഒരു ടെമ്പറേച്ചർ 13 ഡിഗ്രിയൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. രാവിലെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. രാവിലെ എന്നല്ല, ഉച്ചയ്ക്ക് നല്ല തണുപ്പാണ്. നൈറ്റാണെങ്കിൽ നല്ല എന്താ പറയുക, ഫോഗൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ നിന്ന് നേരെ മനിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഉണ്ടോ, ഞങ്ങൾ വന്ന വാനാണ്. ഞങ്ങളുടെ ലഗേജുകളെല്ലാം നമ്മുടെ ഡ്രൈവർ പുള്ളി ലഗേജ് ഫുൾ അതിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ? ഓക്കെ. ഇത് സഗാഡയിലെ വീവിങ് ആണ് കേട്ടോ. അതായത് സഗാഡ വീവിങ്, കൈത്തറി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായത് കണ്ടോ. അതിനകത്ത് ആണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടോ, അമേരിക്കൻ പുള്ളിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് ഡോഗ കണ്ടോ. ഓക്കെ. ഇവിടെ 1968 മുതൽ ബാഗുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ ഗുണമേന്മയുള്ള പല മെറ്റീരിയൽസ് ഇവിടെ അവർ നെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പുള്ളിക്കാരി ഇത് കൈത്തറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിരവധി താമസക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഏറ്റവും വലിയൊരു തൊഴിൽ സംരംഭം കൂടിയാണ് കേട്ടോ. ഹാങ്ങിങ് കോഫിൻസിൻ്റെ ഒക്കെ ഒരു ലോഗോ പോലത്തെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഹാങ്ങിങ് കോഫിൻസ് എന്ന് പറയുന്നത് തൂക്കിയിട്ടിരിക്കുന്ന ശവപ്പെട്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം കേട്ടോ. നമ്മളിപ്പോൾ എത്തിയത് ഇസാങ് വാവ് കഫേ ബോയ് ദ ക്ലൗഡ്സ് എന്നുള്ളൊരു ഷോപ്പിലാട്ടോ. ഷോപ്പുമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഡേറ്റ്സ് ഐറ്റംസ് ഉണ്ട്, ചിപ്സ് ഐറ്റംസ്, പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന പോലത്തെ റിങ്സ്, കീ ചെയിൻസ്, ഇതെല്ലാം ഈ ഷോപ്പിലുണ്ട് കേട്ടോ. ഇതൊരു ഹോട്ടലാണെങ്കിലും ഇവിടെ ഇവരെല്ലാം ഇതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ബാഗ് ഐറ്റംസ്, ഇത് വുഡിൽ ചെയ്തിരിക്കുന്ന കേട്ടോ. സഗാഡയിൽ നിന്ന് കാണിച്ചിട്ട് വുഡാണത്. ഇത് തടിയിലവരൊരു കോഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസം. പെയിൻ്റൊക്കെ ചെയ്തവർ നല്ല രീതിയിൽ അത് വെച്ചിട്ടുണ്ട്. കുറേ കരകൗശല വസ്തുക്കളും ഒക്കെ അവരിവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഫുഡ് മെനു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്താ പറയുക, ഒരു മാംഗോ ഷേക്കും ഒരു അവക്കാഡോ ഷേക്കും ഒക്കെ പറഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇന്നത്താണ് കേട്ടോ. അവർ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്തപ്പോഴത്തേക്കും ടോക്കൺ നമ്പറൊക്കെ തന്നു, ടോക്കൺ 6. ഉണ്ടോ ഇവിടെ ഒത്തിരി നല്ല തിരക്കാണ് ഉണ്ടോ. ഉണ്ടോ ഇതാണ് ഇവിടുത്തെ വ്യൂ ഉണ്ടോ. ഇതിനാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുഡെല്ലാം കഴിച്ചിട്ട് വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അവക്കാഡോ ഷേക്ക് വന്നു, പിന്നെ ഒരു മാംഗോ ഷേക്ക് കുത്തി കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതിന് കുടിച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അവക്കാഡോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ടേസ്റ്റ് കുഴപ്പമില്ലല്ലേ, നല്ല തണുപ്പാണ്. തണുപ്പുണ്ട്. കുറേ ഐസ് കെട്ടി അകത്ത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോയിലും മാംഗോയിലും ആക്കി കേട്ടോ. ഇത് മാംഗോ കേട്ടോ. മാംഗോയും കുഴപ്പമില്ല, അത്യാവശ്യം മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. നമ്മുടെ അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ല, അത്ര കട്ടി ചെയ്യില്ല. ഇത് കട്ടി കുറവാണ്, നല്ല കട്ടി കുറവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേയോ വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇതൊരു സീനറി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ്. ഇവിടെ കണ്ടോ, അതേപോലെ വ്യൂ കാണാൻ വേണ്ടി ഒരു ഹട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതൊരു 2 മരകൾക്കിടയിലുള്ള താഴ്വരയാണ് കേട്ടോ. അതിൻ്റെ നടുക്കായിട്ടുണ്ടോ ഒത്തിരി വീടുകളുണ്ട്. ഫുള്ള് പാടമാണ് അതിൻ്റെ നടുക്കെല്ലാം. തട്ടായിട്ടുള്ളതെല്ലാം
പാടമാണ് കേട്ടോ. പുള്ളിയാണ് ഞങ്ങൾ 2 ദിവസം കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് എന്ത് ചെയ്തത് ഞങ്ങളെ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചത്. അതായത് സഗാഡയിലേക്ക് കൊണ്ടുപോയതും ഇപ്പോൾ തിരിച്ച് ഞങ്ങളെ മൻലയിലേക്ക് കൊണ്ടുവിടുന്നതും പുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സഗാഡയിൽ നിന്ന് നേരെ മല്ലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ആക്ച്വലി നമ്മൾ ഈ വണ്ടിയിൽ തന്നെയാണ്. ഏകദേശം ഒരു ഫുൾ ഡേ ഉണ്ട് നമുക്ക് ട്രാവലിങ്. ഇത് ഫുള്ള് ഹൈ റേഞ്ച് ആണ്. അപ്പോൾ ഈ ഹൈ റേഞ്ച് ഇറങ്ങി വേണം നമുക്ക് എന്ത് ചെയ്യാൻ മല്ലയ്ക്ക് പോകാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ 1-2 ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അതും കൂടി നമ്മൾ കണ്ടാണ് പോകുന്നത് കേട്ടോ. റോഡ് നമ്പർ 109 ഈഗിൾ ക്ലബിൻ്റെ ഒരു ലോഗോയൊക്കെ അവരിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എന്ത് രസമല്ല ഈ സീനറിയൊക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ബെനാവോ വ്യൂ ഡക്കിലാണ് കേട്ടോ. ഇതും ഒരു സൈറ്റ് സീൻ ഉള്ള സ്ഥലമാണ് കണ്ടോ. ഇത് ഈ മലനിരകൾക്കിടയിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. 2 താഴ്വരകളുടെ ഇടയിലാണ് അവർ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം തട്ടുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൃഷിയെല്ലാം കൃഷിപ്പാട് അവർ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫുൾ ഹൈ റേഞ്ച് ആണ് കേട്ടോ. നമ്മളിപ്പം ഫുള്ള് ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് വില്ലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ചെറിയ ഹട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരുന്ന് വാങ്ങിയിരുന്ന എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ വേറൊരു ടീം വന്നിട്ട് അവരിവിടെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. എന്താ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ 2 അമ്മച്ചിമാരിപ്പുണ്ട് തലയിൽ തൂവലൊക്കെ വെച്ചിട്ട് അവരുടെ ഇത്. അതിവിടുത്തെ ഗോത്രവർഗത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ ലഞ്ച് ഇവിടെ നിന്നാണ് കേട്ടോ. ഫുഡ് വില്ലയിൽ നിന്നാണ് ലഞ്ച്. എൻ്റെ തൊട്ടടുത്ത് വേറെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ ക്യാപ്പൊക്കെ വയ്ക്കുന്നത്, ഡ്രസ്സ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഷോപ്പുകളുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. വാ, പ്രത്യേക വ്യൂ തന്നെ അല്ലേ ഇവിടെ വേണ്ടോ. തടിയിലൊക്കെ അവരിതൊക്കെ ചെയ്തിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മുടെ മനു അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. അത് ഫുള്ള് തടിയിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയൽ പ്ലാന്റ് ഒക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലാസ്റ്റ് അപ്പുറത്ത് ഒരു ബോർഡ് കാണാം. എന്താണോ ഇത് കിച്ചണിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഉടൻ വർക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ഉടൻ വർക്കാണ്. നമ്മുടെ അവിടെയൊക്കെ ടൈല് യൂസ് ചെയ്യുന്നെങ്കിലും ഇവർ ചെയ്തിരിക്കുന്ന എല്ലാം ഉടൻ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇരിക്കുന്നതെല്ലാം ടേബിൾസ് ഇതെല്ലാം ഉടനാണ്. ഒരു കൂജയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വലിയ ഭരണി പോലത്തത്. നമുക്ക് ഇത്രയും വിശാലമായിട്ട് തന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. ഫുഡിൻ്റെ മെനു ആണ് കേട്ടോ. ഫുഡിൻ്റെ ഇത് ഉച്ചയ്ക്ക് വാങ്ങിയ ലഞ്ചാണ് കേട്ടോ. ഇത് റൈസ് ഉണ്ട്, പിന്നെ കോണ്ട് ബീഫുണ്ട്, പിന്നെ എന്താ ബുൾസയുണ്ട്, സലാഡുണ്ട്. അതിൽ സോസും എന്തൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും അതാ മേടിച്ചത്. ഉണ്ടോ എന്താണെന്ന് ഇത് കോണ്ട് ബീഫ് എന്ന് പറഞ്ഞ സംഭവം ബീഫിനെ എടുത്ത് അരച്ചവർ ഈ ഒരു പേസ്റ്റ് പോലാക്കി തന്നിരിക്കുക കേട്ടോ. എന്നിട്ട് അതിലെന്തോ ഒരു വലിയ കളറൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് പച്ചക്കറി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഉള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ അത്. അങ്ങനെ മനു ഫ്രൈഡ് ചിക്കൻ മേടിച്ച് കഴിച്ച് മത്തായിട്ടിരിക്കുക കേട്ടോ. എൻ്റെ കാര്യത്തിൽ റബ്ബർ കാട്ടോ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ബ്ലൂ ലെമനൈഡ് കൂടി വാങ്ങിച്ചു കേട്ടോ. ഒരു ജ്യൂസാണ്. അതേപോലെ ഒരു കുക്കുംബറിനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, അത് ലെമൺ ടേസ്റ്റ് തന്നെയാണ്. ലെമൺ ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കളർ മാത്രം അതിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കുംബറിൻ്റെയാണ് കേട്ടോ. ഇത് അസൽ വെള്ളരിക്കയുടെ രീതി തന്നെയാണ്. കുഴപ്പമില്ല, കൊള്ളാം. ഇതിൻ്റെ ജ്യൂസ് നല്ല സൂപ്പർ കേട്ടോ. ഇത് ബെനാവു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഐ ലവ് ബെനാവു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലൊരു കുടിൽ പോലത്തെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 2 തലയൊക്കെ വെച്ചിട്ടുണ്ട്. അത്
എന്തോ പോത്തിൻ്റെയോ എന്തോ കാളയുടെ എന്തോ വലിയ തലയാണ് കണ്ടോ, കൊമ്പൊക്കെ ഉണ്ടോ, രണ്ട് വലിയ കൊമ്പൊക്കെ ഉള്ളത് തലയാണ്. ഇവിടെ എല്ലാ കടയിലും ഇതേപോലെ അതാത് സ്ഥലത്തിൻ്റെ ഓരോ ലോഗോ സ്റ്റിക്കറും അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കത്തിയൊക്കെ ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയ കത്തിയൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ. ഹലോ കണ്ടോ, അപ്പോൾ കണ്ടോ ഞങ്ങളിപ്പോൾ ബനാവൂല് വന്നിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടോ. ഇതിപ്പോൾ ഇവിടെ വാടകയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ 10 പെസോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഐ ലവ് ബനാവൂല് വന്നിട്ട് ഞാനിങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇതിവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ക്യാപ്പ് അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പിന്നെ ബനാവൂന്ന് യാത്ര തിരിച്ചു കേട്ടോ. നേരെ മനിലയ്ക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മഴയ്ക്ക് സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മേഘമൊക്കെ നല്ല ഇരുണ്ട് കിടക്കുക. ഒരു ഏകദേശം ഒരു 3 o'clock ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, ഈവനിങ് ആയ ഒരു പ്രതീതിയോടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ മിക്ക ഷോപ്പുകളും അടഞ്ഞ കിടക്കുന്ന കേട്ടോ. എല്ലാം കണ്ടോ, എല്ലാ കടകളും അടച്ച് ഇട്ടിരിക്കുക. ഇവിടെ വാഹനത്തിന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പെർ ലിറ്ററിന് 56 പെസോ ആണ് കേട്ടോ ഡീസൽ. ഡീസൽ 56 രൂപ, പിന്നെ പ്രീമിയത്തിന് 63 പെസോ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് ഷാർക്ക് മീനിനെ ഇട്ടിട്ടുണ്ട് ഇവിടെ. വേറെ കുറച്ച് മീനുകളൊക്കെ കിടപ്പുണ്ട്, അല്ല യെല്ലോ കളറിലുള്ളത്. ഇവിടെ കാർപ്പും കിടപ്പുണ്ടോ, കോഴി കാർപ്പിൻ്റെ മീനൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ സഗാഡയിൽ നിന്ന് നേരെ മൊബൈലെത്തിയായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതായിരുന്നു, മൊബൈലെത്തി. ഇത്രയും ദിവസം പ്ലാൻ ചെയ്ത ട്രിപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാനിലെ ഡ്രൈവർ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ കയറിയെടുത്ത് തന്നെ ഞങ്ങളെ കൊണ്ട് തിരിച്ചാക്കി. അപ്പോൾ ഞങ്ങളുടെ ടീംസ് എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. കുറച്ച് പേര് ഇടയ്ക്ക് ഇറങ്ങി, പിന്നെ ഇനി കുറച്ച് പേര് സെബുവിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അവരും ഇവിടെ ഇറങ്ങിയായിരുന്നു. രാത്രി ഏകദേശം ഇപ്പോൾ 11:30 മണിയായി കേട്ടോ. വാഹനങ്ങളൊക്കെ ഉണ്ട്, ഇച്ചിരി തിരക്ക് ഇച്ചിരി കുറവാണ്. പുള്ളി മാപ്പൊക്കെ ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ മനിലയിലെ മൊബൈലെത്തിയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ലാസ്പിന സിറ്റിയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 35 to 45 മിനിറ്റ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളിനി നേരെ കാറിൽ എന്ത് ചെയ്യുന്നു, ലാസ്പിന സിറ്റിയിൽ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമുക്ക് മനിലയിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അതുവരെ നമുക്ക് see you.